ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ എന്തുണ്ട്, ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കണ്ടില്ലെങ്കിൽ കാണാത്തതുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയും പോയി കാണണേ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്തേ ഉള്ളൊരു വീഡിയോ കേട്ടോ. രാത്രി മൊത്തം ചുമച്ച് ആ ദിവസം രാത്രി ചുമച്ച് അപ്പം രാവിലെ ആകുമ്പോഴാണ് എനിക്ക് ഇത്തിരി ഉറക്കം കിട്ടുന്നത്. അപ്പം ഞാൻ റീച്ചാൻ രാവിലെ എണീറ്റത് പറഞ്ഞില്ല, എന്നെ വിളിച്ചതുമില്ല. അപ്പം ബർഗർ ബൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പോൾമോന് അവനുള്ളത് അവൻ്റെ രീതിയിൽ അവനുണ്ടാക്കി, എന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ റീച്ചാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി തന്നുണ്ടേ. വന്ന് കുറച്ച് കഴിഞ്ഞ് ചായയും ഇതും ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തന്നുണ്ടേ. ഞാൻ നോക്കിക്കൊണ്ടേ പ്രൈസമോൻ ഫ്രണ്ട് റൂമിൽ ഇരുന്ന് കഴിക്കുന്നു, അപ്പച്ചന് കൊടുത്തു, അത്രയൊക്കെ ചെയ്തു. അപ്പം കൊണ്ട് തന്നുണ്ട് ഞാൻ താങ്ക് യു പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്ത് നല്ല രസം, കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ എണീറ്റ് വരുന്നതിന് ഒരു ചായ കിട്ടണമെന്ന്. അങ്ങനെ അല്ല, അവൻ പഠിക്കുക അവിടെ. അവനെ ഒരു ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ നോക്കിയാൽ ചില സമയത്ത് പഠിക്കുന്നത്, അതിൻ്റെ ഈ സൗണ്ട് കേൾക്കുന്നത് അവർ പഠിപ്പിക്കുന്നതിൻ്റെ, ആ പുള്ളിക്കാരൻ പഠിപ്പിക്കുന്നതിൻ്റെ. അപ്പം ഇന്നത്തെ വീഡിയോയും കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റ്, ഒരു കുഞ്ഞു വാക്കാണെങ്കിലും ഒരു കമൻറ്റ് കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മിക്ക ആൾക്കാരും കാണും, പക്ഷെ കമൻ്റ് ഇടത്തില്ല. അപ്പം ഈ സ്ഥിരം കമൻ്റ് ഇടുന്നവർ കമൻ്റ് ഇടുന്ന നമുക്ക് അവർ കമൻ്റ് ഇട്ടല്ലോ കണ്ടല്ലോ എന്നുള്ളൊരിത് നമുക്ക് വരുമല്ലേ. അങ്ങനെ താല്പര്യമുള്ളവർ സമയമുള്ളപ്പോൾ ഒന്ന് കമൻ്റ് ഇടും. അതുപോലെ ലൈക്ക് ചെയ്യുക. എന്നോട് കഴിഞ്ഞ ദിവസം സൂസൻ പറഞ്ഞായിരുന്നു, വിജി ഓർപ്പിക്കുന്നത് നല്ല. ഞാൻ ചിന്തിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് ബോറാവുമെന്ന്. അപ്പം സൂസൻ പറഞ്ഞ്, വിജി ഇങ്ങനെ ഓർപ്പിക്കണേ, മിക്കവാറും ഞാൻ ലൈക്ക് അടിക്കാറില്ല, വിജി പറയുമ്പോഴായിരിക്കും പോയി ലൈക്ക് ഇടുന്നേ എന്ന് പറയും. അങ്ങനെ ചിലരുണ്ട്, അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാം കേട്ടോ. ഓക്കെ. എനിക്കും കിട്ടി ബ്രേക്ക്ഫാസ്റ്റ്. ഈ പ്ലേറ്റിൻ്റെ അകത്ത് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്, അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെ ബ്ലാക്ക് പോലെ കിടക്കുന്നത്. അപ്പം ഞാൻ അകത്തിരുന്ന് കഴിക്കുന്ന ഉടനെ പ്രൈസമോൻ കാണുന്നില്ല ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തത്. ആശാൻ തിന്നിട്ട് കയ്യങ്ങ് നക്കുക. എന്നിട്ട് അപ്പച്ചൻ്റെ അവൻ്റെയും പ്ലേറ്റ് എടുത്തുകൊണ്ട് കിച്ചണിൽ പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യാനായിട്ട് പോയി. കാരണം രാത്രിയിൽ അങ്ങനെ ഞാൻ ഉറങ്ങാഞ്ഞതുകൊണ്ട് പാവം എന്നെ വിളിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജോലികളിലേക്ക് പോയി. ഫ്രണ്ട്സിന് ഫ്രിഡ്ജ് തുറന്നുണ്ടേ ടാങ്ക് ഇരിക്കുന്ന കണ്ടുണ്ടേ. സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങിയതാണ്. നേരം അത് വേണം. അപ്പം ഇച്ചിരി കൊടുത്തേക്കാന്ന് വെച്ച്. ലെമൺ അങ്ങനെ അവന് ജ്യൂസ് ഉണ്ടാക്കി അവൻ കുടിച്ചു. അവൻ സ്കൂളിൽ പോകാനായിട്ടെല്ലാം ഒരുങ്ങിയതാ. അന്നേരം അവൻ ചോദിച്ചത്. ഇഷ്ടമായ? അവന് ടിഫിന് കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇരിപ്പുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ അതവന് ടിഫിന് കൊടുത്തു വിടാമെന്ന് വെച്ചു. അതൊന്ന് തയ്യാറാക്കി വെക്കട്ടെ. കുറച്ചുകൂടെ സമയമുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം അങ്ങ് തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ ജോലികൾ പിന്നെ ചെയ്യാമല്ലേ.
കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കോവയ്ക്ക് കുഞ്ഞതായിരുന്നു. അപ്പം ഞാൻ പറയുമോ ഇങ്ങനെയുള്ളതൊക്കെ എന്തിനായി കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുക തന്നെ പറയാം. ഞാൻ അരിഞ്ഞു തരാമെന്ന് ആദ്യം പറയും. പിന്നെ പറയും, ഞാൻ പറയും പിന്നെ നടക്കുന്ന കാര്യം വല്ലതും പറയണേന്ന്. എന്നാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കളഞ്ഞേരെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്തിരുത്, എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഈ അന്യായം ഇത്രയും വിലയും പൈസയ്ക്ക് ഇത്രയും ഇതുള്ള സമയത്ത് അങ്ങ് കളഞ്ഞേരുന്നു, എന്ത് പെട്ടെന്നാണ് പറയുന്നത്. ഞാൻ പറയും നോക്കി വാങ്ങിക്കാൻ ഞാൻ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്. എന്തുള്ളൂ എന്ന് പറയാം. എന്നാൽ അങ്ങ് കളഞ്ഞേരെ. കളയാൻ വേണ്ടി ആയിട്ടാണോ എന്തോ ഈ പറയുന്നതെന്നും എനിക്കറിയത്തില്ല. ഒരെണ്ണം നീളമൊക്കെ ഇത്രയൊക്കെ ഉള്ളതായിരുന്നു. ഈ ചങ്കി ചിലത് ഇച്ചിരി വലുതുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. ഞാനത് മൊത്തം അങ്ങായിരുന്നു ഞങ്ങൾ മെഴുക്കോട്ടി വെക്കാൻ 2 ദിവസമാണേലും. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഈ ചപ്പാത്തിക്ക് വെണ്ടയ്ക്കൊക്കെയാണ്. കോവയ്ക്കാണെങ്കിൽ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കും, റേച്ചാനും കഴിക്കും. ഈ പോളിന് ചില രീതികളുണ്ട്. അവൻ ചില സാധനം ചപ്പാത്തിയുടെ കൂടെ കഴിക്കും, ചിലത് ചോറിൻ്റെ കൂടെ കഴിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ കോവയ്ക്കയും ചില കോവയ്ക്ക ഉണ്ടല്ലോ കിശിരിക്കുന്നത്, അത് ഞാൻ എത്ര ഇങ്ങനെ വഴട്ടാനിട്ടിട്ടും അത് നന്നായിട്ട് വഴന്നെങ്കിലും അതിൻ്റേതായ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇന്നാൾ ഞാൻ മെഴുക്കുരട്ടി വെച്ചാൽ അവൻ ഭയങ്കര ടേസ്റ്റ് നല്ലതായിരുന്നു മമ്മി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ഞാൻ കുറേ സമയം എടുത്തിട്ട് വഴട്ടി എടുത്തത് മൂപ്പിച്ച്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ കിശ പോലെ ഇരിക്കുന്നതാണ്. ചില കോവയ്ക്ക നമുക്കൊരിത്തിരി ആകെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തോരൻ വയ്ക്കാൻ നല്ലതായിരുന്നു. പക്ഷേ തോരൻ വയ്ക്കാൻ എനിക്ക് അരിയാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു, പിടിക്കാൻ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രൈസമോൻ ഇവിടെ ഉള്ളപ്പോഴേ നമ്മളിപ്പം ചില സമയത്ത് നമുക്കറിയാം നമ്മുടെ ഈ തൊണ്ടയുടെ അവിടെ ഇങ്ങനെ കഫ് വന്നിരിക്കുന്നു. പക്ഷേ അത് എത്ര ചുമച്ചാലും ഇങ്ങോട്ട് വരത്തില്ല. അത് കുറച്ച് നേരം ഇങ്ങനെ ചുമച്ച് കഴിഞ്ഞിട്ടേ അതിങ്ങനെ അങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം ഈ കൊച്ചുണ്ടല്ലോ പുറകെ വന്ന് ഇങ്ങനെ തടവി തരും. അത്ര ഈ ഒരു എന്നാ മമ്മി ചില സമയത്ത് മോനത് ചെയ്യും. പക്ഷേ ഈ കൊച്ച് ഓടി വന്ന് അതൊക്കെ ചെയ്യും കേട്ടോ. ഇച്ചിരി വെള്ളം കൂടി ഡീപ്പ് ബ്രീത്ത് എടുക്ക് അങ്ങനെയൊക്കെ എന്നോട് പറയും. ആ സമയത്ത് എത്ര നമുക്ക് വയ്യാങ്കിലും എനിക്ക് അവൻ്റെ ആ പറച്ചിൽ ചിരി വരും. അവൻ നേരം പറയും എന്താ ചിരിക്കുന്നത്, ഡീപ്പ് ബ്രീത്ത് എടുക്കും മമ്മി എന്നും പറഞ്ഞ് നിൽക്കും. രാവിലത്തെ ബാക്കി ബർഗർ ബണ്ണോടെ ഇരിപ്പുണ്ട്. അത് പിന്നെ വൈകിട്ട് അവന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ക്യാനൊക്കെ കഴുകി ഇന്ന് വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ട് ഇനി വെള്ളം കുടിക്കാനായിട്ട് വയ്ക്കണം. അങ്ങനെ ഓരോ ജോലികളിങ്ങനെ ഓരോന്നിങ്ങനെ എത്രയൊക്കെയാണേലും ജോലിയില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ജോലികൾ തന്നെ കാണും. കോവയ്ക്ക അടപ്പത്ത് കിടക്കുന്ന അരി ഇട്ടു. ഇനി പാത്രം കഴുകാൻ കിടക്കുന്നു. ഇന്നലെ വൈകിട്ട് ഇന്നലെ എല്ലാവരും രാത്രിയിലങ്ങ് തുണി കഴുകി. അപ്പോൾ ഇന്നിപ്പം തുണി കഴുകാനില്ല. അതുകൊണ്ട് അത്രയും ആശ്വാസമുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കറി വെക്കണം. ഇന്നലെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് ഇന്നിപ്പം ഞാൻ എടുക്കുന്നില്ല. കേരച്ചൂരയാണ് കിട്ടിയത്. അപ്പോൾ ഞാനത്തെ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട് ഒരു നേരത്തേക്ക്. അതും പിന്നെ കോവയ്ക്കായും കാബേജ് എന്ന് പറയുന്നുണ്ട്. എല്ലാം ഇച്ചിരിച്ചൊക്കെ ഉണ്ട്. എല്ലാവരും പോയി മോനിന്ന് എക്സാം ആയിരുന്നു. പോയി പ്രൈസമ്മോൻ പോയി, റീച്ചാനും രാവിലെ പോയി, എല്ലാവരും അങ്ങനെ പോയി. കുടിക്കാൻ വെള്ളം വെക്കണം. പയറൂടിട്ട് കറി വയ്ക്കാനാണ്. അപ്പം മത്തങ്ങയൊക്കെ പോയി അരിയുന്ന നേരം കൊണ്ട് പയറ് വെള്ളത്തിൽ കിടക്കട്ടെ, അതൊന്ന് കുതിർന്ന് കിട്ടും.
കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം ഞാൻ എന്നാൽ ഇച്ചിരി ഉണക്കമീൻ ഇരിപ്പുണ്ട്, അതെന്നാൽ എടുത്ത് വറക്കാമെന്ന് ചിന്തിച്ചോണ്ടേ ഇത്തിരി പരിഞ്ഞിലിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച്. ഇച്ചിരി പരിഞ്ഞിൽ കുറേ നാളായി എടുത്ത് വെച്ചതാണ്. അപ്പം ഇന്ന് അതൊന്നെടുത്ത് തോരൻ വെക്കാമെന്ന് വെച്ച്. ഇത് ഞാൻ ഇച്ചിരി സവാള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, തേങ്ങ അതൊന്ന് നന്നായി കൈകൊണ്ട് ഞവടട്ടെ. ഉപ്പിടാൻ മറന്നു. ഒത്തിരി ഒന്നുമില്ല, ഒരു ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പം ആ സവാളയും തേങ്ങയും എല്ലാം കൂടെ ഇതുകൂടെയൊക്കെ ഇടുമ്പോൾ ഒരു പീര ആവുമല്ലോ, അപ്പം നമുക്ക് വായിക്കൊരു ടേസ്റ്റ് പോലെ കഴിക്കാമല്ലോ. ഇവിടെ വേറെ ആരും ഇത് കഴിക്കാറില്ല, ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം ഇതെനിക്കിപ്പം 2 നേരത്തേക്കിന് സൂപ പോലെ ഉണ്ട്. അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ എല്ലാം കൂടെ. അപ്പോൾ ഈ തോരനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ കൂട്ടാനൊന്നും എടുക്കത്തില്ല ഞാൻ. ഇല്ല മീൻചാറൊഴിച്ച് കഴിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇതുണ്ടെങ്കിൽ പിന്നെ ഈ തോരൻ കൂട്ടി ഇച്ചിരി ചോറ് കഴിക്കും, അതേ ഉള്ളൂ. ഒരു സ്വല്പം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്, കാരണം അതൊന്ന് വേവണ്ടേ. ഇച്ചിരിയും പരിഞ്ഞിലേ ഉള്ളൂ, നമ്മുടെ ചൂരയുടെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് വേവാനുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. അതൊന്ന് എന്നിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ, അവിടെ കിടന്ന് വെന്ത് ശരിയായിട്ട് വരട്ടെ. അപ്പോൾ മത്തങ്ങയും പയറും ഒന്ന് വെന്തായിരുന്നു, ഞാനൊരു 3-4 വിസിലങ്ങ് അടിച്ചതൊന്ന് നന്നായിട്ട് ഉടയാൻ വേണ്ടി. അപ്പോൾ അതിനിയൊന്ന് നമ്മുടെ മത്തും കൊണ്ടൊന്ന് ഉടച്ചെടുക്കട്ടെ. ഇന്ന് ഞാൻ അരപ്പരച്ചപ്പോഴേ ഇച്ചിരി മുളക് പൊടിയും കൂടെ അരച്ചിട്ടുണ്ട്. തേങ്ങയും വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി. ഇനി ഇതിന് കടുക് കൂടെ വറുത്ത് ചേർക്കാം. അപ്പം ഞാൻ രാത്രിയിൽ പിന്നെ റേച്ചൻ കഴിഞ്ഞ ദിവസം ഇഞ്ചി കൊണ്ടുവന്നായിരുന്നല്ലേ, ഇപ്പം കിട്ടുന്ന നല്ല ഇഞ്ചിയാണ്, നല്ല വിളഞ്ഞ ഇഞ്ചിയാണ്. അപ്പം ഞാൻ ചിന്തിച്ച് ഇപ്പം കിലോ 60 ആയിരുന്നെന്ന്. ഞാൻ ചിന്തിച്ച് ഈ സമയത്താകുമ്പം നല്ല ഇഞ്ചിയുമാണ്. ഞാനത് കുറച്ച് നമ്മളിങ്ങനെ അരച്ചിട്ടേ ഈ ഐസ് ട്രേക്കകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് അതൊരു 3-4 ദിവസം ആകുമ്പോൾ നന്നായിട്ട് അങ്ങ് ഇതാവുമല്ലേ, നമ്മൾ ഐസ് വെക്കുമ്പോൾ എങ്ങനെ കട്ടിയാവുന്നത് അതുപോലെ. എന്നിട്ട് അത് ഞാൻ ഇളക്കി സിപ്ലോ കവറിലാക്കി വെക്കും. ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയത് അതിങ്ങനെ നന്നായി 3-4 ദിവസം കഴിഞ്ഞോടെ ഞാൻ ഇളക്കി സിപ്ലോ കവറിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ആവുന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇപ്പം വില ഇത്രയല്ല ഉള്ളൂ, നല്ല ഇഞ്ചിയുമാണല്ലോ. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് വീണ്ടും വാങ്ങിച്ച് ഡയറക്റ്റ് ഉപയോഗിക്കും. ഇതിപ്പം വില എങ്ങനെ കൂടുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം.
അപ്പോൾ ഞാനതെടുത്ത് ഫ്രീസറിൽ ഇങ്ങനെ വെക്കാനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട്, അപ്പോൾ അഥവാ അത് അരയാൻ പ്രയാസമാണെങ്കിൽ ഞാൻ ഇതിലിച്ചിരി ഉപ്പ് ചേർക്കും, പിന്നെ സ്വല്പം വിനാഗിരി ചേർക്കും, ഇത്തിരി അരയാൻ പ്രയാസമാണെങ്കിൽ. എന്നിട്ടിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ ട്രെയിൽ നിറഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഉണ്ട്. അപ്പം 3-4 ദിവസം കൊണ്ട് അത് ഇത് ശരിയാവുന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് വീണ്ടും ഞാനിതിൽ ഇങ്ങനെ ഐസ് ട്രെയിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ എന്നിട്ട് ഈ നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടി ഞാൻ ഈ ഡബ്ബയിൽ കുറച്ച് വെച്ചേക്കും. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.